ആലപ്പുഴ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു. ആലപ്പുഴ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 39ാമത് വാർഷിക പൊതുയോഗം നടന്നു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR ഭാഗീരഥൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചു. P. സുരേന്ദ്രൻ, വാഹിദ്, K. സോമനാഥപിള്ള, ധ്യാനസുധൻ, VN വിജയകുമാർ, PK ബൈജു, KS സുപ്രിയ, PS രാജേശ്വരി, സോഫിയ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. മഹാമാരിയുടെ കാലത്തുമെല്ലാം, വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തുമെല്ലാം തിരിച്ചടവും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിൻ്റെ എല്ലാം ഫലമായി നമുക്ക് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാങ്ക് ഇപ്പോൾ ഏതാണ്ട് 85 ലക്ഷം രൂപയുടെ ലാഭത്തിലേക്ക്, അറ്റ ലാഭത്തിലേക്ക് നമ്മുടെ ബാങ്ക് മാറിത്തീർന്നിട്ടുണ്ട്. ബാങ്കിൽ വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ നിർലോഭമായ നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു ദേശസാൽകൃത ബാങ്കിനെ സമീപിച്ചാൽ വായ്പ കിട്ടുന്നതിനേക്കാൾ വളരെ വേഗത്തിലും വളരെ സുതാര്യമായി നമ്മുടെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടി നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. ഈ വർഷം ഇപ്പോൾ തന്നെ ഏതാണ്ട് 26 കോടിയോളം രൂപയുടെ വായ്പ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ വായ്പ നൽകിയത് 32 കോടിയായിരുന്നു. ഈ വർഷം അതിനെ അധികരിച്ചുള്ള, ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 8 കോടി രൂപ അധികം വായ്പ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വായ്പ കൊടുക്കുന്നതിൽ നമ്മൾ നല്ല സുതാര്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അംഗങ്ങളുടെ ആവശ്യകത പരിഗണിച്ചും അവരുടെ തിരിച്ചടവിനുള്ള സാധ്യതകൾ പഠിച്ചും പരിശോധിച്ചും തന്നെയാണ് ബാങ്ക് വായ്പ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ വായ്പ വാങ്ങുന്നതിൽ കാണിക്കുന്ന വേഗതയിൽ അത് തിരിച്ചടക്കുന്നതിൽ നമ്മുടെ അംഗങ്ങളിൽ ഒരു ഭാഗം കാണിക്കുന്നില്ല എന്ന ഗൗരവതരമായ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള 16,815 പേരിൽ ഏതാണ്ട് 6,200 പേരും ബാങ്കിൽ നിന്ന് വായ്പക്കാരായിട്ടുള്ളവർ. നമ്മൾ ഒരു ഘട്ടത്തിൽ ബാങ്കിൽ നിന്ന് വലിയ രീതിയിൽ JLG വായ്പകൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് നമ്മൾ. ഇപ്പോൾ പൂർണ്ണമായും JLG വായ്പ നിർത്തിവെച്ചിരിക്കുന്നു. JLG വായ്പ എടുത്തിട്ടുള്ള ഏതാണ്ട് 1,300 രൂപ കുടിശ്ശികക്കാർ ഏതാണ്ട് 4 കോടിയോളം രൂപ JLG ഇനത്തിൽ വായ്പ കൊടുത്തത്